ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളെ വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൊടുവള്ളി കഴിഞ്ഞ ഉടനെ നമ്മുടെ നാസിർക്കായുടെ പൂന്തോട്ട ശേഖരത്തിൽ വെറുതെ സൗഹൃദം പുതുക്കാൻ ഒന്ന് കയറി. അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നും കോവിഡ് കഴിഞ്ഞ ശേഷം തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണ് ഈ ഉദ്യാനം. ഞങ്ങളെ വളരെ ഹാർദവമായി സ്വീകരിച്ച് ഈ ഉദ്യാനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സ്നേഹത്തോടെ വിവരിക്കുന്ന നാസിർക്കായുടെ ഹൃദയത്തിലൊരു തികഞ്ഞ പ്രകൃതി സ്നേഹിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു മാന്ത്രിക ലോകമാണ്. ഇവിടുത്തെ ഓരോ ചെടികളുടെയും പൂക്കളുമായി നാസിർക്കാക്ക് അത്രയ്ക്ക് ഇഴചേർന്ന് ജീവിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കഥ പറയാൻ വെമ്പുന്ന ഓരോ പൂമുട്ടുകളിലും ഞങ്ങളെ മാടി വിളിക്കുന്ന പോലെ തോന്നി. സൂര്യൻ്റെ കിരണങ്ങൾ തട്ടി പൂക്കൾ ഉണരുമ്പോൾ അവയിലെ ഇതളുകൾ മഞ്ഞു തുള്ളികളാൽ തിളങ്ങുന്നത് ആരെയും ആകർഷിക്കുന്നതാണ്. ശലഭങ്ങൾ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പാറി നടക്കുമ്പോൾ അവയുടെ ചിറകുകൾ മഴവില്ലിൽ വർണ്ണങ്ങൾ വിതറുന്നു. ഇവിടുത്തെ വ്യത്യസ്തമായ ആയിരക്കണക്കിന് ചെടികളും തൈകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം പരിപാലിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഓരോ ചെടികൾക്കും തൈകൾക്കും വ്യത്യസ്ത തരം പ്രത്യേകതകളാണ്. ചിലതിന് വെള്ളം മാത്രം മതിയെങ്കിൽ ചിലതിന് വെള്ളം കുറച്ചു മതി, ചിലതിന് വെയിൽ വേണമെങ്കിൽ ചിലതിന് വെയിൽ പറ്റാത്തതായിരിക്കും. മാത്രമല്ല, ഇവിടെ പൂന്തോട്ടത്തിൽ ആവശ്യമായ വളങ്ങൾ, ചട്ടികൾ, മറ്റു അനുബന്ധ സാധനങ്ങളും എല്ലാം നാസിർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, വളരെ ഭംഗിയായി അടുക്കി ഒതുക്കി അലങ്കരിച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരെയും ഒന്നാകർഷിക്കുന്ന കരവിരുത് വിളിച്ചോതുന്ന മാതൃക. പൂക്കളുടെ ഗുഡ് മോർണിംഗും നൃത്തമാടുന്ന നിറങ്ങളും ഇതളുകളും കാറ്റിൻ്റെ കൈകളാൽ തഴുകുന്ന ഇലകളും മധുരമായി പാടുന്ന ചെറു കുഞ്ഞാറ്റ കുരുവിയുടെ കളമൊഴിയും കലുഷിതമായ മനുഷ്യ മനസ്സിനെ മാറ്റിമറയ്ക്കാൻ ഇതിൽ പരം മറ്റെന്താണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിത്തരേണ്ടത്? ഇവിടെ നാം നമ്മെ തന്നെ മറന്നുപോകുന്നു. ഈ സ്വർഗതുല്യമായ മാന്ത്രിക സ്വപ്നഭൂമിയിൽ ഇതിൽ പരം മറ്റെന്താണ് നമുക്ക് ആഗ്രഹിക്കാനാവുന്നത്? പ്രകൃതിയുടെ മടിത്തട്ടിൽ നാസിർക്കായുടെ നാസ് ഗാർഡൻ മറ്റേതിനേക്കാളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു അകമഴിഞ്ഞ് ആത്മാർത്ഥമായ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കണം. കാരണം ഇതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോരുന്നത്. ഇതിലെ ഓരോ ചെടികളും തൈകളും പഴവർഗ്ഗങ്ങളുടെയും അലങ്കാര വൃക്ഷ തൈകളുടെയും എണ്ണിയാലൊടുങ്ങാത്ത ഈ ശേഖരത്തിലേക്ക് സ്വാഗതമൂരുളുന്ന ഓരോ പ്രകൃതി സ്നേഹികളെയും വളരെ തുച്ഛമായ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം കൂടിയാണ് നമുക്കിവിടെ നാസിർക്ക ഒരുക്കിയിരിക്കുന്നത്. ഒരു കൊച്ചു പൂന്തോട്ടം നമുക്ക് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്, മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കണ്ണിണപിച്ചിമ്മാതെ നമുക്ക് നോക്കിയിരിക്കാൻ, മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടാൻ ഒരു നല്ല പൂന്തോട്ടത്തിന് തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും എവിടെയെങ്കിലും ഇത്തരം ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നാസിർക്കാനെ ഒരിക്കലും മറന്നു പോകരുത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശദമായ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലെ ചെടികളോ പഴങ്ങളോ പഴവർഗ്ഗ വിത്തുകളോ എന്തും ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൊറിയർ മാർഗവും അദ്ദേഹം നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് നാസിർക്കാനെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവിധ സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ നല്ലൊരു സുവർണ അവസരം കൂടിയാണ് ഈ ഗാർഡൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി
ഹൃദയം നിറഞ്ഞ് നാസർക്കാക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തട്ടെ.